അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വചനം ശക്തമായി നമ്മുടെ നടുവിൽ വിളമ്പുവാൻ നമുക്ക് ആവശ്യമായ സ്വർഗീയ മന്ന കർത്താവ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കുവാൻ നമ്മൾ വളരെ ദ്രുതഗതിയോടായിരിക്കുന്നു. കർത്താവിന്റെ നാമം ഈ പകൽക്കാലം മഹത്വമുണ്ടാകട്ടെ. പുതുതായി ഈ ഡിബേറ്റ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളായിരിക്കുന്നിടങ്ങളിൽ വിവിധ ടൈം സോണിൽ വിവിധ രാജ്യങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ദൈവസാന്നിധ്യം ഒരുപോലെ അനുഭവിക്കുവാൻ കർത്താവ് നമ്മൾ ഇടയാക്കട്ടെ. വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ വചന ശുശ്രൂഷയ്ക്കായി സമയം ഞങ്ങൾ മാറ്റിവെക്കുന്നു. കർത്താവിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന അളവിൽ കർത്താവിന്റെ വചനം ഞങ്ങൾക്ക് വിളമ്പി തരുവാൻ പ്രിയ അഭിഷിക്തദാസനെ ഞങ്ങൾ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സമയത്ത് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. ഇന്ന് ഞാൻ എഫെസ്യ ലേഖനത്തിൽ നിന്നുള്ള ചില വാക്യങ്ങൾ നിന്നാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു സെഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടും ഇനി നമ്മൾ കണ്ടുമുട്ടുമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടും ഈ ഒരു വചനത്തിൽ തന്നെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ മേൽ ഒരു നിർബന്ധമായി ഉള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ ഈ വാക്യം എടുക്കുന്നത്. എഫെസ്യ ലേഖനം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ക്രിസ്തീയ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ലേഖനമാണ്. കാരണം ഒത്തിരി വായിച്ചത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ടൈം ഒത്തിരി വേണം. ചിലപ്പം ആയുസിന്റെ വലിയൊരു ഭാഗം തന്നെ നമുക്ക് വേണ്ടി വരും. പക്ഷെ ഒരു അരമണിക്കൂറുണ്ട്, അല്ലെങ്കിൽ ഒരു മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് വായിച്ചിട്ട് ഈ ക്രിസ്ത്യൻ ലൈഫ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ ജീവിക്കേണ്ട പ്രത്യാശ എന്താണ്, എന്താ നമ്മൾ നോക്കിയിരിക്കുന്നത്, ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലേഖനമാണ് എഫെസ്യ ലേഖനം. എഫെസ്യ ലേഖനത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഞാൻ എന്നുള്ളതാണ്. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ. 2.5 അധ്യായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതാണ്ട് 3 അധ്യായം വരെ ഈ ഒരു ടോപ്പിക്കാണ്. ഞാൻ ക്രിസ്തുവിലാണ്, ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഇനി 3-ാം അധ്യായം തീരുന്ന ആ ഒരു പാരഗ്രാഫ് മുതൽ 6-ാം അധ്യായം വരെയും തീരുന്നവരെ ക്രിസ്തു എന്നിലാണ് എന്നുള്ള പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഞാൻ ക്രിസ്തുവിൽ എന്നുള്ളതും പിന്നെ ക്രിസ്തു എന്നിൽ എന്നുള്ളതുമാണ് ഈ എഫെസ്യ ലേഖനത്തിന്റെ 2 ഡിവിഷൻസ്. ഞാൻ ക്രിസ്തുവിലാകുന്നത് എപ്പോഴാണെന്നറിയും? അത് എഫെസ്യ ലേഖനം 1:4 പറയുന്നു. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പൊ നമ്മൾ ക്രിസ്തുവിലായത് നമുക്ക് ബോധം ഉണ്ടായ ശേഷമാണ്, ഈ ലോകം ഉണ്ടായ ശേഷമല്ല. സകല ലോകത്തിന് ദൈവം അടിസ്ഥാനമിടുന്നതിന് മുൻപാണ്. അതാണ് എഫെസ്യ ലേഖനം 1:4 പറയുന്നത്. അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. വി വെർ എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ഇതാ ഞാൻ പറഞ്ഞ ആദ്യത്തെ 3 അധ്യായങ്ങളോളം ഏകദേശം ഞാൻ ക്രിസ്തുവിൽ എന്ന പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ തെരഞ്ഞെടുപ്പ്, എന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കുന്നത് പ്രപഞ്ചം ഉണ്ടാകുന്നതിനും പ്രകൃതി ഉണ്ടാകുന്നതിനും സമയം ഉണ്ടാകുന്നതിനും മുൻപിലാണ്. ഈ ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? അന്ന് ഞാൻ ഉണ്ടായിട്ട് പോലും ഇല്ല, ജനിച്ചിട്ടില്ല, ആദവും ഹവ്വയും പോലും ജനിച്ചിട്ടില്ല. ആ സമയത്ത് ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ പൂർവികരായ മാതാപിതാക്കളുടെ ഉള്ളിൽ നിന്നാണ് നമ്മൾ വന്നത്. അവരുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം കിട്ടിയത്? അവരുടെ സമ്പത്ത് നമുക്ക് കിട്ടി. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടെങ്കിൽ
ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ക്രിസ്തുവിന്റെ എല്ലാ സമ്പത്തിനും നമ്മൾ അവകാശികളാണ്. അപ്പോൾ ആദമിൽ നമ്മൾ ഉണ്ടായിരുന്നോണ്ടാ ഈ പാപമെല്ലാം നമ്മുടെ മേൽ വന്നത്. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായിരുന്നത് കൊണ്ട് ക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്കുള്ളതാണ്. ഇതാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തു യേശുവിലാണെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നിങ്ങൾക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഈ ആത്മീക അനുഗ്രഹങ്ങളെക്കാൾ നമുക്കിഷ്ടം ഭൗതിക അനുഗ്രഹം. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉച്ചയ്ക്ക് വിശക്കുമ്പം അല്ലെ രാവിലെ വിശക്കുമ്പോൾ ആഹാരം കഴിക്കും. മാർക്കറ്റിൽ പോകുമ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ കാശ് വേണം. പിള്ളേരെ പഠിപ്പിക്കണം. രോഗം മാറും. ഇത്രയൊക്കെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങളെ നമുക്കുള്ളൂ. ഇതെല്ലാം വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ വേണം. ഇതില്ലാതെ പറ്റുമോ? ഇതെല്ലാം വേണം. പക്ഷെ കർത്താവ് പറയുന്നത് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല. കർത്താവ് പറഞ്ഞു ഈ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടെന്ന്. അത് ഞാൻ നോക്കിയോളാം. എന്ത് തിന്നും എന്ത് കുടിക്കുന്നു നിങ്ങൾ അന്വേഷിക്കരുത്. അതെന്റെ പണിയാണ്. ഞാനാണ് അപ്പൻ. അപ്പൻ ചെലവിന് കൊടുക്കുന്ന മക്കൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് ഉത്കണ്ഠപ്പെട്ട് നടക്കുന്ന അപ്പന് മോശമാണ്. എല്ലാം തരാൻ കഴിവുള്ള സ്നേഹമുള്ള ഒരു അപ്പന്റെ മക്കള് നാളെ എന്ത് കഴിക്കും, വിശന്ന് മരിക്കുവോ, എന്ത് ചെയ്യുന്നൊക്കെ ആങ്സൈറ്റി എടുത്ത് നടക്കുന്നത് ആ അപ്പന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനർത്ഥം അപ്പൻ നാളെ നമുക്ക് കാണുമോ, തിരിഞ്ഞു നോക്കുമോ എന്നൊക്കെയുള്ള സംശയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ ആ കാര്യത്തിൽ ഇടപെടണം. കാരണം ഓരോ നാളിനും അതിൻ്റെതായ ഒരു കഷ്ടമുണ്ട്. ഈ കഷ്ടമെല്ലാം എടുത്ത് നിങ്ങൾ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവരാജ്യം അന്വേഷിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ കഷ്ടം, നാളത്തെ കഷ്ടം, കടം, ജീവിതഭാരങ്ങൾ ഇതെല്ലാം എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ദൈവരാജ്യം അന്വേഷിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മൾ ദൈവരാജ്യം ആയിരിക്കില്ല അന്വേഷിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് ഇവിടെ എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് പോകാനുള്ള ഒരു രാജ്യത്തെ ആയിരിക്കും അന്വേഷിക്കുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു മക്കളെ ഈ പണി നിങ്ങൾക്ക് പറ്റിയതല്ല, അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന പണി നിങ്ങൾ നോക്കിക്കോണം. അപ്പൊ മക്കൾ പറയാം നീ പോയി ജോലി ഒന്നും ചെയ്ത് കഷ്ടപ്പെടണ്ട മോനെ, കാശ് ഞാൻ തന്നോളാം, നീ നിന്നെ ഏൽപ്പിച്ചേക്കുന്ന പണി പഠിക്കാന്നുള്ള പണി നീ ചെയ്താൽ മതി. കർത്താവ് നമ്മളോട് പറയാണ് ഈ ഉപജീവന ചിന്തകളിലൊന്നും കുരുങ്ങി പോകാതെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നൊക്കെ വിചാരിക്കാതെ അതൊക്കെ അപ്പന് വിട്ടിട്ട് ഈ അപ്പൻ വെച്ചേക്കുന്ന പണി ചെയ്യും. ബാക്കി കാര്യം അപ്പൻ നോക്കിക്കോളും. നിങ്ങളിൽ ജാതികളെ പോലെ ലോകത്തിലുള്ളവരെ പോലെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തായി തീരുമെന്ന് ഒരിക്കലും ഉത്കണ്ഠപ്പെടരുത്. ഇതൊക്കെ അപ്പനില്ലാത്ത ജാതികളാണ് ആലോചിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ പറയുന്നതിന് മുൻപേ അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ വന്ന് എന്നോട് രാവിലെ പറയാം പപ്പ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരണം കേട്ടോ. ഞാൻ പറയും തരാം മോനെ. 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും വന്ന് പപ്പ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തരാം. 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും പപ്പ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞാ തരാം. ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു 50 പ്രാവശ്യം ഈ മക്കൾ വന്നിട്ട് പപ്പ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ അർത്ഥം? വിശ്വാസം ഇല്ലാന്നർത്ഥം. തരാതെ എങ്ങാനും പോകുമോ ഒന്നുകൂടെ കരഞ്ഞേക്കാം. വിട്ടുപോയ ഞാൻ ഇനി ഒന്നും കൂടെ കരഞ്ഞില്ല എന്നും വെച്ചോണ്ട് എനിക്ക് കിട്ടാതെ പോയാലോ? ഇങ്ങനെ ചിന്തിക്കുന്ന മക്കൾക്ക് ശരിക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു
നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സ്വർഗത്തിലെ ധനം അന്വേഷിക്കുക. ഭൂമിയിലെ ധനം ആവശ്യമുള്ളതനുസരിച്ച് ഞാൻ തന്നോളാം. പക്ഷെ എന്താണെന്നറിയാൻ മേല, നമുക്കിതങ്ങ് മനസ്സിലാവുന്നില്ല. നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ജീവിതം കർത്താവ് എന്തെങ്കിലും ആട്ടെ നിന്റെ കയ്യിലോട്ട് തരുന്നു എന്നങ്ങ് പറഞ്ഞങ്ങ് വിട്ടുകളഞ്ഞു. ആ ആങ്സൈറ്റിയും ടെൻഷനും മക്കൾ എന്തായി തീരും, നാളെ എന്തായി, ഇതെല്ലാം കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്ത് മിണ്ടാതിരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ ക്രിസ്തുവിലുള്ള ധനം അന്വേഷിച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ മക്കളായിട്ട് മാറും. പക്ഷെ നമ്മളത് ചെയ്യൂല. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പാസ്റ്റർമാരിൽ വലിയൊരു പങ്ക് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കൂല. കാരണം എന്താണെന്നറിയോ, ഈ ആത്മീയതയെ കുറച്ചുകൂടെ എളുപ്പം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന 1000 രൂപ കിട്ടുന്നു, പിന്നെ പ്രാർത്ഥിക്കുന്ന 2000 രൂപ കിട്ടുന്നു, ഈ ആത്മീയത എളുപ്പമാണ്. പക്ഷെ ക്രിസ്തുവിന്റെ ജീവനിലൂടെ വരുന്ന അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് മേടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാ, ജീവിക്കാനും പാടാ. അപ്പൊ ശരിക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൽ നമ്മൾ എത്ര കരഞ്ഞ് പിടിച്ച് എന്ത് നേടിയാലും വളരെ കുറച്ച് ആയുസേ അതിനുള്ളൂ. എന്ത് നമ്മൾ ഈ ലോകത്ത് നേടിയാലും അതെല്ലാം ഇവിടെ തന്നെ കൊട്ടിക്കളഞ്ഞിട്ട് പോകേണ്ടി വരും. ഒന്നും നമുക്ക് എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ ആലോചിക്കായിരുന്നു, എന്റെ പിതാവ് ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് കാശൊക്കെ കൃത്യമായിട്ട് എണ്ണി വെക്കുമായിരുന്നു. ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്നും കൂടെ 2-3 പ്രാവശ്യമുണ്ട് എവിടെയെങ്കിലും പോകുകയെന്ന്. പക്ഷെ ഇപ്പൊ പ്രായമായപ്പം പൈസ എവിടെ ഇരിക്കുന്നതെന്നും എന്റെ അപ്പൻ അറിയത്തില്ല. ഇതെന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനെല്ലാം പൊതിഞ്ഞു വെക്കുന്നോ അതിനെല്ലാം നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏത് വലിയ ആൾക്കാരെ നമ്മൾ നോക്കിയാലും ഈ ഒരു പ്രോബ്ലം നമുക്ക് കാണാം. അവർ സമ്പാദിക്കുന്നു, പക്ഷെ ഒന്നുമില്ലാത്തവരായിട്ട് ഈ ലോകത്തുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിലെ വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി നടന്നു പ്രാർത്ഥിച്ചു ഉപവാസം എടുത്ത് നല്ല വീട് പണിത് ഞാൻ ഈ കഴിഞ്ഞ വർഷം കേട്ടൊരു കഥയാണ്. വീടൊക്കെ പണിത് പാവം നാട്ടിൽ വന്ന് ഒരു ദിവസം താമസിച്ചുള്ളൂ, മരിച്ചു. അത്രയുള്ളൂ ഈ ലോകത്തിലെ സമ്പത്ത് എന്ന് പറയുന്നത്. തലയിലൊരു തേങ്ങ വീണാൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് പോലും നമ്മൾ മറന്നുപോകും. പക്ഷെ എഫേസ്യ ലേഖനത്തിൽ നമ്മളോട് പറയുന്ന ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നുമല്ല. നിത്യമായി നമുക്ക് കർത്താവ് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ധനത്തെക്കുറിച്ചാണ്. ആ ധനം, ഈ ധനം നമുക്ക് കർത്താവ് ക്രിസ്തുവിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ധനം എന്താ നമുക്ക് സ്വർഗത്തിൽ കിട്ടിയാൽ മതിയോ അത് ഇവിടെ കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ജീവിക്കാൻ ആ ധനം വളരെ ആവശ്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന എല്ലാ ധനവും, ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആത്മീക സമ്പത്തും നമുക്ക് ഇവിടെയും അവിടെയും അനുഭവിക്കാനുള്ളതാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനം, എന്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, അത് ചെയ്യാനുള്ള ആത്മീക ബലം. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പം മോചനം എന്ന വീണ്ടെടുപ്പ് എന്താ അതിനർത്ഥം? ഉദാഹരണത്തിന് എനിക്ക് അതിക്രമം കാണിക്കാതെ, ഞാൻ അതിനൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഒരു ദിവസം ഒരു നിങ്ങൾ വഴി യാത്ര ചെയ്യുന്നു, ട്രാഫിക്കിൽ ഒരാൾ നിങ്ങളെ വന്ന് ഇടിക്കുന്നു, വേറൊരു വണ്ടി വന്ന് നിങ്ങളുടെ വണ്ടിയുടെ പുറകിലിരിക്കും. നിങ്ങൾ വളരെ ഡീസന്റ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറ്റം മുഴുവൻ മറ്റയാളുടെ കയ്യിലാണ്. അയാൾ ഇറങ്ങി വരുമ്പം നിങ്ങൾ അയാളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? വഴി നോക്കി ഓടിക്കാൻ വയ്യട, അല്ല, പല രീതി പ്രതികരിക്കുക അല്ലെ.
ഇവരൊക്കെ ആരുടെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? റോഡിലെ നിയമങ്ങൾ അറിയാൻ വയ്യ, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നറിയോ? നമ്മുടെ ഉള്ളിൽ എന്താണോ നിറഞ്ഞിരിക്കുന്ന ആ ധനം, അതിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ധനമാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രതികരിക്കുന്നത് കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു അതുപോലെ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ അനുസരണമുള്ളവരായി മാറാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ധനം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ധനം എന്താന്ന് 2 പത്രോസിന്റെ ലേഖനത്തിലും പറയുന്നുണ്ട്. അവിടെ 1:3 പറയുന്നത്, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ജീവനും ഭക്തി എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ജീവിച്ചു പോകാനുള്ള കഞ്ഞിയും പയറും, അല്ലെ, ആഹാരം. പിന്നെ ഭക്തിക്ക് വേണ്ടത് എന്താ? ദശാംശം കൊടുക്കാനും പള്ളിയിൽ പോകാനുള്ള വണ്ടിക്കൂലി, ഭക്തിക്കുള്ള കാശ്. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം പെട്ടെന്ന് കാശായിട്ട് ഓർമ്മ വരുന്നു. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായത് അതിന്റെ മോഡ് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാന പ്രകാരം ജീവിക്കാനും ഭക്തിക്കുമുള്ളത്. അപ്പൊ എന്റെ സ്ഥാനത്ത് യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കുമായിരുന്നു? ആ ജീവിതം ജീവിക്കാനുള്ള ധനം, അങ്ങനെ ജീവിക്കാൻ, ഭക്തിയോടെ ജീവിക്കാൻ വേണ്ടി എന്ത് ആത്മീക ധനം നമുക്ക് വേണോ, ആ ആത്മീക ധനമാണ് കർത്താവ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും കുറവില്ല എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ക്രിസ്തുവിന്റെ ധനത്തിൽ ഒരു കുറവുമില്ല. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ ആലോചിച്ച് നോക്കി, ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. ആ ആളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പൊ എന്റെ പാസ്റ്ററെ, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മനുഷ്യന്റെ മുഖം കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അവനെ സ്നേഹിക്കാനുള്ളതും കൂടെ കർത്താവ് നമുക്ക് ധനമായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം ലോകത്തിൽ ഏറ്റവും വലിയ കഷ്ടമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സൗണ്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടേക്ക്. ഞാൻ തൊട്ടടുത്തെന്നാ പറയുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ ഇപ്പം? ഇപ്പൊ ആദ്യത്തെക്കാലം കുറച്ചും കൂടെ കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് നെറ്റ്വർക്ക് പ്രോബ്ലം ആയെന്ന് തോന്നുന്നു. ഫസ്റ്റ് ലെഫ്റ്റ് ആയിട്ടുണ്ട്, ജോയിൻ ചെയ്തോളൂ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ആമേ. കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക്? എനിക്ക് കേൾക്കാമായിരുന്നു. കേട്ടില്ലായിരുന്നു ആന്റി. പതുക്കെ അതെ. നേരിയ സൗണ്ടിൽ ഫാൻ ആ. ഓഫാക്കി. ഇവിടെ സൗണ്ട് ഇല്ലായിരുന്നു കേട്ടോ. എനിക്കും കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ശ്രദ്ധിച്ചിരിക്കുന്നോണ്ട് ഓക്കെ, പാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പാസ് മ്യൂട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? സൗണ്ട് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഇപ്പം കേൾക്കാം. കേൾക്കാം. ഞാനൊന്ന് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയത്, അത് മുഴുവനോടെ കട്ടായി പോയി. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, സാധാരണ ഇതിൽ അങ്ങനെ വരുന്നതല്ല. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, അപ്പോൾ ഏത് സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ധനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് ക്രിസ്തുവിൽ ഞാൻ ആയിരിക്കുന്നു എന്നുള്ളത് ഈ ധനം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഇന്നലെ ഇന്നൊന്നും അല്ല. അത് എന്ന് തൊട്ട് കരുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ലോക സ്ഥാപനത്തിന് മുമ്പ് തൊട്ട് എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് ഈ ധനം എവിടെ നിന്ന് വന്നു?
എനിക്ക് വേണ്ടിയുള്ള ഈ ധനം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകസ്ഥാപനത്തിന് മുൻപേ നിത്യതയിൽ കർത്താവിന്റെ ഒരു തീരുമാനമുണ്ട്, പുത്രനെ നമുക്ക് വേണ്ടി നൽകാനുള്ളൊരു തീരുമാനം. അതുകൊണ്ട് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെടുന്ന കുഞ്ഞാടെന്ന് പറയുന്നത്. അപ്പൊ പുത്രന്റെ ധനം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഇന്നലെ ഇന്നൊന്നും അല്ല. അത് 2 തീമോഥെയോസ് 1:9 വായിക്കുമ്പോൾ നമ്മൾ അത് കാണുന്നുണ്ട്. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്തത് നാം ചെയ്ത സൽപ്രവൃത്തികൾ നിമിത്തമല്ല. അടുത്ത വാക്യം, സകല കാലത്തിനു മുൻപേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരുന്നതാണ്. ബിഫോർ ഏജസ് ബിഗാൻ, ബിഫോർ ടൈം ബിഗാൻ, ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ സകല അവകാശങ്ങളോടും കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ഇത്ര സമ്പത്തുണ്ടെങ്കിലും നമ്മൾ ആരും അത് ഉപയോഗിക്കുന്നില്ല. ശരിക്കും ഞാനൊരു എക്സാമ്പിൾ പറയാം, നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന്. വീട്ടിൽ സാധാരണ നടക്കുന്ന ഒരു കോൺവെർസേഷൻ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലോട്ട് വരാം. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംസാരം കേൾക്കാമല്ലോ. ഇപ്പൊ ശരിക്കും കേൾക്കാമോ? ഓക്കെ. അപ്പോൾ ഭർത്താവ് ചോദിക്കുകയാണ് ഭാര്യയോട്, എന്റെ കാറിന്റെ കീ എവിടാന്ന് കണ്ടോ? അപ്പൊ ഭാര്യ 100,000 പനി കിടക്കാണ്. അപ്പൊ ഭാര്യ ഉടനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എവിടെയെങ്കിലും കൊണ്ട് കീ കൊണ്ട് വെച്ചിട്ട് എന്റെ പുറകെ നടന്ന ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? എങ്ങനെയുണ്ട്? ഒരു നല്ല പ്രതികരണം. അല്ലെങ്കിൽ പരാതി പറയാം, എല്ലാത്തിനും എന്റെ കൈ ചെല്ലണം, ഞാൻ മടുത്തു, എന്തെല്ലാം ഞാൻ ചെയ്യുന്നത്, ഇനി എവിടെ പോയി ഞാൻ അന്വേഷിക്കാനാ? അല്ലെ? ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന കോൺവെർസേഷൻസ് ആണ്. ഈ കോൺവെർസേഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈ ട്രാൻസാക്ഷൻ, ഈ വർത്തമാനത്തിലൂടെ നമ്മുടെ കൃപയല്ല പകരുന്നത്, നമ്മുടെ സ്വഭാവമാണ്. അല്ലെ? ഇനി കൃപയാണ് പകരുന്നെങ്കിൽ അത് എങ്ങനെയായിരുന്നേനെ? ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു, കീ എങ്ങാനും കണ്ടായിരുന്നോ? അപ്പൊ ഭാര്യ പറയുന്നു, ഞാൻ കണ്ടില്ല, ഞാൻ ഇത്തിരി തിരക്കിലാണ്, ഞാൻ വന്നിട്ട് നോക്കാം. ഇതിനകത്തൊരിത്തിരി കൃപ തോന്നുന്നില്ലേ? അപ്പൊ നമ്മുടെ ഡെയിലി ട്രാൻസാക്ഷൻ കൃപയുള്ളതാകണമെങ്കിൽ, ഇതിന് ട്രാൻസാക്ഷൻ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ വ്യാപാര ശക്തി എന്ന് പറയും. വ്യാപാരം, ഈ കൃപയുടെ വ്യാപാര ശക്തി. ഈ കൃപ എന്ന് പറയുന്നത് ചുമ്മാ എടുത്തിരിക്കുന്ന സാധനമല്ല, അത് നമ്മളിലൂടെ വ്യാപാരം ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. അത് കർത്താവിൽ നമുക്ക് ലഭിക്കുകയും നമ്മളിലൂടെ അനേകരിലേക്ക് പകരുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കൃപ എന്ന് പറയുന്നത്. ഇപ്പൊ കൃപ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങളെല്ലാവരും ഇപ്പൊ പറയായിരിക്കും അൺമെറിറ്റഡ് ഫേവർ, അർഹതയില്ലാത്തടത്തിൽ. അത് ശരിയാണ്, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ അതല്ല അതിന്റെ പ്രധാന അർത്ഥം. പ്രധാന അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണോ മനോഹരമായത്, എന്താണോ ആകർഷകമായത്, ഇതാണ് യഥാർത്ഥ അർത്ഥം. ഇപ്പൊ ഉദാഹരണത്തിന് പറയല്ലേ, ഓ ആ പാട്ട് എന്തൊരു കൃപയാന്നറിയാമോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഓ അയാളുടെ വർത്തമാനം കേൾക്കണം, എന്തൊരു കൃപയാന്നറിയാമോ എന്ന് വെച്ചാൽ അർഹിക്കാത്ത എന്തോ ഒരു ദാനമാണെന്നറിയാമോ എന്നാണോ? അല്ല, നമ്മളെ ആനന്ദിപ്പിക്കുന്ന എന്തോ ഒരു ആത്മീകമായ ഒരു ഘടകം അതിനകത്തുണ്ടെന്നാണ്. അപ്പൊ നമ്മുടെ ഓരോ കോൺവെർസേഷനകത്ത് കൃപ വ്യാപരിക്കണമെങ്കിൽ, അതായത് ഈ മനോഹരത്വം വ്യാപരിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കൃപ ദൈവത്തിൽ നിന്ന് ലഭിക്കണം. ഉദാഹരണത്തിന് ഒരു കടയിലോട്ട് ചെന്നിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്ന വിചാരിച്ചോ, സാരി ആയിക്കോട്ടെ, നിങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. നേരെ ചെന്നിട്ട് കടക്കാരൻ പറയാം 2 ലക്ഷം രൂപ സാരിയുടെ വില. 2 ലക്ഷം ഉള്ളോ? ഓക്കെ, ഇന്നാ പിടിച്ചോ. ഇയാൾ ആരായിരിക്കും? ഇയാൾ നല്ല മുതലാളിയായിരിക്കും അല്ലെ? ഇഷ്ടംപോലെ കാശെന്നതിന്റെ അർത്ഥം. നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ ഇങ്ങനെ മുതലാളിമാരാകുന്ന കാര്യം ആലോചിച്ച് നോക്കി. ആരോട് വേണേലും കരുണ കാണിക്കാം, ആരെ വേണേലും സ്നേഹിക്കാം, എത്ര ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും അങ്ങോട്ട് സ്നേഹമായിട്ട് പെരുമാറാം. കാരണം അത്ര സമ്പത്താ. ആരുടെ സമ്പത്താ? ക്രിസ്തുവിന്റെ സമ്പത്ത്. എത്ര സങ്കടം ഉണ്ടെങ്കിലും സ്തോത്രം ചെയ്യാം. കാരണം എന്താ? അതാ ധനം, അതാണ് ക്രിസ്തുവിന്റെ ധനം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇടുങ്ങിയിരിക്കുന്നില്ല, ഒരിക്കലും നിരാശപ്പെടുന്നില്ല. കാരണം ഈ ക്രിസ്തുവിന്റെ ധനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുക. എന്ത് കഷ്ടത്തിന് നടുവിലും നമുക്ക് ക്രിസ്തുവിന്റെ ധനം അനുഭവിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഭയങ്കര മുതലാളിമാരാ. അത് ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ കാശല്ല, അത് ക്രിസ്തു നേടിയ സമ്പാദ്യത്തിന്റെ പങ്കുവെക്കലാ.
ഇപ്പൊ ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും വലിയ ആഗ്രഹമൊന്നും കാണുകയില്ല. എല്ലാവർക്കും ഇവിടുത്തെ നോട്ട് എണ്ണാനാണ് ഇഷ്ടം. പക്ഷെ ശരിക്കും നിത്യജീവനിലേക്കുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നമുക്ക് കരുതി വെച്ചിരിക്കുന്ന നിത്യമായ ഒരു ധനമാണ്. ഈ ധനം നമുക്ക് എങ്ങനെ കിട്ടുമെന്നറിയോ? ചുമ്മാ കിട്ടത്തില്ല. ഈ ധനം ഉണ്ടെന്ന് ഈ പ്രസംഗം കേട്ടാലും കിട്ടില്ല. ബാങ്കിൽ നിങ്ങൾക്ക് ഒരാളുടെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ മോഹിപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും പറഞ്ഞേക്കാം. നിങ്ങളോട് ഒരാൾ വന്ന് പറയാണ്, നിങ്ങളുടെ പേരിൽ ബാങ്കിൽ കുറച്ച് കാശിട്ടിട്ടുണ്ട്, 1 കോടി രൂപയുണ്ട് എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പോയി. നിങ്ങൾക്ക് ഇത് കിട്ടുമോ? ആ 1 കോടി രൂപ കിട്ടില്ല. കിട്ടണമെങ്കിൽ എന്ത് വേണം? അയാൾ ഒരു ചെക്ക് എഴുതി തരണം, അല്ലെങ്കിൽ അയാൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെ കാശായിട്ട് കൊണ്ടുതരണം. അല്ലേ? നിങ്ങൾ തലയാട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്കത് കിട്ടണമെങ്കിൽ അതിനകത്തൊരു ട്രാൻസാക്ഷൻ, എന്തൊരു പരിപാടി നടക്കണം. ഈ ക്രിസ്തുവിന്റെ ധനം ഇത്ര ഉണ്ടെന്നൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. പാസ്റ്റർക്ക് പറയാൻ എളുപ്പമാണ്, സ്നേഹിക്കണം. കാരണം ഇത് നടക്കണ്ടേ. പണ്ടൊരു മോൾ എന്നോട് പറഞ്ഞ, എന്റെ പാസ്റ്ററെ, ഞാൻ എന്റെ അമ്മായിമ്മയെ സ്നേഹിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. തീരുമാനമൊക്കെ എടുത്ത് എന്നാലും ആ തള്ളയുടെ മുഖം കാണുമ്പോൾ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പറയാൻ എളുപ്പമാണ്. ആ ഒരു കുട്ടി പറഞ്ഞോണ്ടോ ഞാൻ ആ ഭാഷ ഉപയോഗിച്ചത്. നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്യോടെ. ഇതെന്താ ഈ ധനം ഇത്ര ഉണ്ട്, ക്രിസ്തുവിലാണ്, പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റു പോകുന്നേ? ഇനി മേലെ ഞാൻ പിള്ളേരുടെ വഴക്കുണ്ടാക്കത്തില്ല, അവരോട് ഞാൻ സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റു പോകുന്നത്? ഇത്തരം ധനം ഉണ്ടായിട്ടും നമ്മൾ എങ്ങനെ നിരാശപ്പെട്ടു പോകുന്നത്? ഈ പ്രസംഗിക്കുന്ന ഞാൻ 2 ദിവസം മുമ്പ് ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ നിരാശപ്പെട്ടു വരുമായിരുന്നു. അന്നൊരു സഹോദരൻ എന്നെ ഓർപ്പിച്ചു, നിങ്ങൾ പ്രസംഗിക്കുന്നതൊക്കെ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ശരിയാണല്ലോ, ഈ പ്രസംഗം മാത്രം പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാം ഓഫാവും. എങ്ങനെ രക്ഷപ്പെടാമെന്നറിയോ? അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായം തീരാൻ നേരത്ത് പറയുന്ന ക്രൈസ്റ്റ് ഇൻ മീ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ക്രിസ്തു എന്നിൽ വസിക്കണം, എന്നാൽ മാത്രമേ ഈ ധനം എനിക്ക് അനുഭവിക്കാൻ പറ്റൂ. ഓക്കെയാണോ? അപ്പൊ ക്രിസ്തു എന്നിൽ വസിക്കുന്നത് എങ്ങനെയാ? ചില ആൾക്കാർ പറയും, എന്റെ ഉള്ളിൽ കർത്താവുണ്ട് ബ്രദറെ. പണ്ട് തൊട്ട് 1990 ഞാൻ ഒരു കൺവെൻഷന് കൈപൊക്കിയപ്പോ തൊട്ട് കർത്താവ് എന്റെ ഹൃദയത്തിലുണ്ട്. ശരിക്കും ഉണ്ടോ? അന്ന് കൈപൊക്കിയതൊക്കെ 2 ദിവസങ്ങളിൽ മറന്നുപോയില്ലേ? അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ സങ്കല്പം ശരിയല്ല. ഈ കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ചെയറിട്ട് ഇങ്ങനെ വന്നിരിക്കുമല്ല. അങ്ങനെ കർത്താവ് ഉണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. അങ്ങനെയല്ല കർത്താവ് വസിക്കുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു എങ്ങനെയാ നമ്മൾ വസിക്കുന്നതെന്ന്. എങ്ങനെയാ വസിക്കുന്നത്? ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. നിങ്ങൾ ക്രിസ്തു ഹൃദയത്തിലുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് കാര്യമില്ല. വിശ്വാസത്താലാണ് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിലായത് കൃപയാലാണ്, നമ്മൾ അറിഞ്ഞേയില്ല. ഈ ലോകസ്ഥാപനത്തിന് മുമ്പായിരുന്നു. എന്നാൽ ക്രിസ്തു നമ്മളിൽ വരുന്നത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. കണ്ടോ അത്? എഫേസ്യ ലേഖനം 3-17. ബൈബിളും തുറക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, സൂമായാലും. ഓക്കെ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിനും പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെടേണ്ടതിനും ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരേണ്ടതിനും അപേക്ഷിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലിട്ട് വസിക്കുമ്പം ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുന്നത് എന്താണെന്നറിയാം? ഇപ്പൊ ഞാൻ 45 മിനിറ്റ് നിങ്ങളോട് ആകെ പ്രസംഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഞാൻ 2 മണിക്കൂർ പ്രസംഗിക്കാൻ പോകുന്നെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര സമാധാനം ഉണ്ടാവില്ല.
കാരണം നമുക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്കകത്തേക്ക് എത്ര ആത്മീകരം എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാ. അല്ല, ഇടയ്ക്ക് തമാശ പറയും. അതല്ല, ചില പാസ്റ്റർമാർ ഒത്തിരി തമാശ പറയുന്നതുകൊണ്ട് അവരുടെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. നമുക്ക് ഒരിത്തിരി രസമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒഴിക്കുന്ന രസമല്ല ഞാൻ പറഞ്ഞത്, എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന രസം. അതില്ലാതെ നമുക്ക് പ്രസംഗവും ഇഷ്ടമല്ല. ഓ, മഹാ ബോറാ പാസ്റ്റർ പ്രസംഗം എന്ന് പറഞ്ഞാൽ വചനമൊക്കെ കാണും, പക്ഷെ എനിക്ക് രസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാപത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ രസമാണ്. നമ്മൾ രസമുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ. ചില ആൾക്കാരോട് നമ്മൾ ഒത്തിരി നേരം ഫോണിലൂടെ സംസാരിക്കാനുള്ള കാരണം എന്താണെന്നറിയാം? അവരോട് സംസാരിക്കുന്നത് നല്ല രസമാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്, അയാളുടെ കുറ്റം ഇവർ പറയുന്നുണ്ട്, അപ്പൊ രസം ഡബിൾ ആവും. തന്നെയല്ല, വേറൊരാളുടെ കുറ്റം പറയുമ്പം എന്റെ ജഡം ഭയങ്കരമായിട്ട് രസിക്കുക. എന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ, ഞാനൊരു പാസ്റ്റർ ആണല്ലോ, ആണ് കേട്ടോ, ഞാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ പറയാണ്, ഈ പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാ, എല്ലാം കാശിന് വേണ്ടിയാ. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചോണം? ഓ, ഈ പാവം പാസ്റ്റർ മാത്രം അതിനൊന്നും അല്ല, പുള്ളിക്ക് അതൊക്കെ ഭയങ്കര വെറുപ്പാ. അപ്പൊ ഞാൻ വേറൊരാളെ കുറ്റം പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഈ സ്വയനീതിയിൽ പ്രശംസിക്കുന്ന ഒരുത്തിന് ഇങ്ങനെ ഇരുന്ന് രസിക്കുക. ഓ, ഈ കാലത്ത് ഇവന്മാരൊക്കെ ചെയ്യുന്ന എന്റെ ബ്രദറെ, അതിനേക്കാൾ വലിയ പാപം ചെയ്തിട്ട് വന്നിരിക്കുന്നവരെ ഇത് പറയുന്നത്. പക്ഷെ വേറൊരുത്തന്റെ പാപം കേൾക്കുമ്പം എന്റെ ജഡത്തിനൊരു ആനന്ദമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അപ്പൊ ഇതെങ്ങനെയുള്ള പല രസങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ആഹാരം കഴിക്കുന്നതിന്റെ പ്രധാന മോട്ടീവ് എന്താ? വിശക്കുന്നുകൊണ്ടാണോ? വിശപ്പുണ്ട്, പക്ഷെ രസമാണ് പ്രധാനം. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കുന്നത്. ലോകത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കുന്ന ഒരു ജനത ലോകത്തിൽ ഒരിടത്തും ഇല്ലേ, മലയാളികളല്ലാതെ. ഒരു കേരള വീട്ടിൽ പാസ്റ്റർമാരുടെ ഗതികേട് നിങ്ങൾക്കറിയോ? ഞാൻ ഇങ്ങനെ തടിയായിട്ടിരിക്കുന്നതിന്റെ കാരണം? തമാശ പറഞ്ഞിട്ട്, ഞാൻ ചെറുപ്പത്തിലെ തടിയനാണ്. എന്തെല്ലാം കറികളാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതേ സമയത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച ആന്ധ്രയിലായിരുന്നു. ഒറ്റക്കറി, പ്രശ്നം തീർന്നു. അത് പല രീതിയിൽ, ഇത്രയും ഈ തിന്നുന്ന കാര്യത്തിലുള്ള രസം. നിങ്ങൾ ആ തിന്നുന്നതിന്റെ രസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഒരു സെക്കൻഡ്, 1 മിനിറ്റ്, 2-3 സെക്കൻഡേ ഉള്ളൂ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് ഈ നാക്കിൽ. അത് കഴിഞ്ഞ് എത്ര നല്ല ബിരിയാണി ആയാലും കുടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ടേസ്റ്റ് അറിയത്തില്ലെന്ന് മാത്രമല്ല, ഒരു അസ്വസ്ഥതകൾ മാത്രമായിരിക്കും ബാക്കിയുള്ളൂ. ആ ഒരു 3-4 സെക്കൻഡിന്റെ ആ രുചിക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്. Our whole life is controlled by this രസം. അതിങ്ങനെ ഫോൺ വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് തള്ളി തള്ളി വിടുന്ന റീലുകളുണ്ടല്ലോ, എന്താ രസമാണെന്നറിയോ? പക്ഷെ ഒരു കാര്യമുണ്ട്, 25 വയസ്സ് താഴെയുള്ള പിള്ളേരെ ഇത് ചെയ്യുന്നെങ്കിൽ അവരുടെ ബ്രെയിൻ മിക്കവാറും പോകും. കാരണം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ആദ്യം പാട്ടായിരിക്കും, അടുത്തത് ഏതെങ്കിലും ഒരാളുടെ പ്രസംഗമായിരിക്കും, പിന്നെ അടുത്ത പൊളിറ്റിക്സ് ആയിരിക്കും. ഇതൊന്നിനും നമ്മൾ ശ്രദ്ധിക്കാനൊരു സമ്മതിക്കില്ല. അപ്പോഴേക്കും അടുത്ത് വരും, അടുത്ത ടോപ്പിക് വരും. അങ്ങനെ ബ്രെയിൻ ഒന്നിലും ഉറക്കാത്ത ഒരു ബ്രെയിൻ ആയിട്ട് മാറും. ഇതൊക്കെ സാത്താന്റെ പല പരിപാടികളാണ്. ഭയങ്കര രസമാണ്, ഒട്ടും ബോറില്ല. ഈ രസം എന്ന ഫാക്ടർ അതിനകത്ത് വേരൂന്നിയാണ് ഒരു പാപ ജീവിതം രൂപപ്പെടുന്നത്. ഒരു പാപ ജഡ ജീവിതം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? അതിന്റെ വേര് രസത്തിലാണ്. അതാണ് ഈ പാപത്തിന്റെ ശക്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറ്റം പറയുമ്പോൾ രസമുണ്ടെന്ന്. എന്നാൽ കുറ്റം പറയുന്ന ഉടനെ ഒരാൾക്ക് പെട്ടെന്ന് അലർജി ഉണ്ടാകുന്നെങ്കിലോ, ശ്വാസമുട്ടലിന്റെ അലർജി ഉണ്ടാകുന്ന എപ്പോഴെങ്കിലും കുറ്റം പറയൂ? കുറ്റം പറയത്തില്ലെന്ന് മാത്രമല്ല, ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവൻ പറയും, അയ്യോ കുറ്റം പറയല്ലേ, ഇത് കേൾക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എനിക്കുണ്ട്. അവൻ ജീവനും കൊണ്ട് രക്ഷപ്പെടും. ഈ രസമാണ് നമ്മളെ പിന്നെയും പിന്നെയും പാപത്തിനകത്ത് കുരുക്കുന്നത്. ഇവിടെ പറയുകയാണ്, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ജീവിക്കുന്ന രസത്തിന് വേണ്ടിയല്ല, സ്നേഹത്തിൽ വേരൂന്നിയിട്ടാണ്. ഈ സ്നേഹത്തിൽ വേരൂന്നുമ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് എന്തായിരിക്കും? ഒരാളുടെ കുറ്റമായിരിക്കത്തില്ല, സ്നേഹം കൊണ്ട് വഴിഞ്ഞൊഴുകുന്ന ഒരു ഹൃദയം നമുക്ക് ദൈവം തരും. അത് പാപികളോടും കഷ്ടപ്പെടുന്നവരോടും നമ്മളെപ്പോലെ അല്ലാത്തവരോടും എല്ലാവരോടും സ്നേഹവും കരുണയും ഉണ്ടാകുന്ന ഒരു
ഒരു ക്യാരക്ടർ, അതാ ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വേര് ഇനി രസത്തിലല്ല, നമ്മുടെ വേര് സ്നേഹത്തിലാണ്. അതിന് എത്ര നീളമുണ്ട്, എത്ര വീതിയുണ്ട്, എത്ര ഉയരമുണ്ട് ഈ സ്നേഹത്തിനെന്ന് ഈ വിശുദ്ധന്മാർ ഓരോരുത്തരും ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് എഫെസ്യർ പറയുന്ന ഈ ധനം മുഴുവൻ നമ്മൾ അനുഭവിക്കുന്ന വിശ്വാസത്താല സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാനാ പറഞ്ഞേക്കുന്നത്. അതെങ്ങനെയാ? സഭയിലുള്ള ഓരോരോ വിശുദ്ധന്മാരുടെ സ്വഭാവം കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, എന്റെ ദൈവമേ, ഇവനെയൊക്കെ നീ എങ്ങനെ സ്നേഹിച്ചു. അപ്പൊ കർത്താവ് പറയും, നീ അവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും എന്റെ സ്നേഹത്തിന്റെ വീതി എന്തോരമുണ്ട്. അടുത്ത വേറൊരുത്തം വന്ന് അതിനേക്കാൾ ശല്യം സഭയിൽ. എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. ഇവനൊക്കെ എങ്ങനെ സഭയിൽ വന്നു? അപ്പൊ കർത്താവ് പറയും, നീ അവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും എന്റെ സ്നേഹത്തിന്റെ ആഴം എന്തു, അല്ല ഉയരം എന്തുമാത്രം. ഇങ്ങനെ ഓരോ വിശുദ്ധന്മാരുടെയും കുറവുകളും ഇല്ലായ്മകളും ഒക്കെ നമ്മൾ കണ്ട് കർത്താവ് എങ്ങനെ അവരെ സ്നേഹിച്ചു എന്ന് ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് യേശുവിന്റെ സ്നേഹമുള്ളവരായിട്ട് നമ്മൾ മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരീശന്മാരായി പോകും. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരാന്നറിയോ? നിങ്ങൾ ഉറക്കെ പറയണ്ട, ചുണ്ടുകൊണ്ട് പറഞ്ഞാൽ മതി. യോഹന്നാനല്ല, പത്രോസ് അല്ല, യൂദ അല്ല. നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ ആ രഹസ്യം പറയാം. അത് ഞാന്. അന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം എഴുതിയേക്കുന്നത് യോഹന്നാൻ ഏറ്റവും കൂടുതൽ കർത്താവ് സ്നേഹിച്ചെന്ന്. യോഹന്നാൻ അത് എഴുതിയേക്കുന്നത്. പത്രോസ് എഴുതിയോ യോഹന്നാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെന്ന്? ഞാനൊരു ലേഖനം എഴുതിയിരുന്നെങ്കിൽ ഞാൻ എഴുതിയേനെ. എന്താ കാരണം എന്നറിയോ? യോഹന്നാൻ നോക്കിയപ്പം പത്രോസിനെ സ്നേഹിക്കാൻ കർത്താവിന് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നുള്ളൂ. എന്നെ സ്നേഹിക്കാനാണ് ഏറ്റവും കൂടുതൽ ക്ഷമിക്കേണ്ടി വന്നത്. എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത്. അപ്പൊ എന്നെ അല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ മേലെ യോഹന്നാനെ സ്നേഹിക്കാൻ കർത്താവിന് അത്രയും പാടുണ്ടായിരുന്നുള്ളൂ, എന്നെ സ്നേഹിക്കാനാ കർത്താവിന് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കേണ്ടെന്ന് എനിക്കും പറയാലോ. അപ്പൊ കർത്താവ് എന്നെ എങ്ങനെ സ്നേഹിച്ചെന്ന് മനസ്സിലാകുമ്പോൾ ഇതിന്റെ ആഴം എന്തോരം ഉണ്ടെന്ന് എനിക്ക് പിടികിട്ടുന്നു. ഈ സ്നേഹത്തിന്റെ ഈ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചാലേ ഈ സ്നേഹം എന്ന സ്വഭാവം നമുക്ക് ലഭിക്കൂ. അല്ല നമ്മൾ ഇന്നു മുതൽ സ്നേഹിച്ചേക്കാന്ന് തീരുമാനം എടുത്ത പരിപാടി നടക്കൂ? നടക്കില്ല. നമ്മളാൽ അത് അസാധ്യമാണ് സ്നേഹം ഉണ്ടാക്കാൻ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പലയിടത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ദിവസം ഇങ്ങനെ ഒരാൾ ബൈബിൾ വായിച്ചപ്പോൾ അയാളുടെ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും. ഇപ്പോൾ തീരുമാനിച്ചു, ഓക്കെ, ഇന്ന് മുതൽ എന്റെ അയൽക്കാരനെ ഞാൻ സ്നേഹിക്കാൻ പോകും. അങ്ങനെ ഇരിക്കെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ സ്വന്തം മോന്റെ റിസൾട്ട് നോക്കി തോറ്റുപോയി. ഭയങ്കര വിഷമവും ദേഷ്യവും വഴക്കും ഒക്കെ ആയിരുന്നു വീട്ടില്. വൈകിട്ടായപ്പോഴും ഇവർ പറഞ്ഞു അയൽവക്കത്തെ കൊച്ചും തോറ്റു. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എന്തായിരിക്കും വരുന്നത്? ഒരാശ്വാസം. ഓ, എന്റെ മകൻ ഒരു കൂട്ടായല്ലോ. അപ്പൊ അവനോട് ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നു കൊച്ചിനോട്. നമുക്ക് ആഗ്രഹമുണ്ട് അവന്റെ സങ്കടത്തിൽ നിന്ന് പങ്കുചേർന്ന് സങ്കടപ്പെടണമെന്ന്. പക്ഷെ നമ്മുടെ സ്വഭാവം കൊണ്ട് അത് പറ്റുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരിക്കലും നമുക്ക് നന്നാൻ പറ്റത്തില്ല. ക്രിസ്തു നമ്മിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് ഒരു ഫലവും പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. അവന്റെ കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ഈ ധനം മുഴുവൻ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ പേരിൽ റിസർവ് ചെയ്തിരിക്കുന്ന ധനം മുഴുവൻ നമ്മൾ ഉപയോഗിക്കണം. അത് എന്തിനു വേണ്ടി വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അതിനുവേണ്ടി ഇത്രയും വലിയ ധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ ധനം നമ്മൾ അനുഭവിക്കണമെങ്കിൽ, ആ ധനം നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് വിശുദ്ധരാകാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വിശുദ്ധി അനുഭവിക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ പ്രവൃത്തികളാൽ അതൊരിക്കലും വരില്ല. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്ന് ഓർത്താൽ മതി ഹൃദയത്തിൽ. നാളെ മുതൽ അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവൻ കളയാൻ തീരുമാനിച്ചു വെക്കി. തീരുമാനമൊക്കെ എടുക്കാൻ നമ്മൾ മഹാമെടുക്കരാ, പക്ഷെ ഒരിക്കലും നടപ്പാൻ പോകുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ദാറ്റ് ഈസ് വൈ ദർ ഇസ് എ സ്പെസിഫിക് പാത്ത് ടു ഹോളിനെസ്. അത് എപ്പോഴും ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിനാൽ മാത്രം.
അതുകൊണ്ട് യേശുക്രിസ്തു ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. നമുക്ക് ജീവിക്കാൻ ആ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് വിശുദ്ധരാകാൻ ആ ഒരു വഴിയേ ഉള്ളൂ, വേറെ ഒരു വഴിയുമില്ല. ഓക്കെ, അപ്പോൾ ഈ ധനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, എന്നിട്ട് അതിന്റെ രസം എന്താണെന്നറിയോ, ഇതിന്റെ ഈ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ധനവാന്മാരാവും, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ താഴെ 20-ാം വാക്യത്തില് എല്ലാ പെന്തക്കോസ്തുകാരും എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമുണ്ട്, 3:20. എന്താണെന്നറിയോ? അവിടെ എഴുതിയിരിക്കുന്ന, എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ നമുക്ക് ചെയ്യാൻ, ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന, ചെയ്യാൻ കഴിയുന്നവന്, അല്ലെ, എനിക്ക് മുഴുവൻ ഓർക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ഈ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി? എന്താ ചോദിച്ചത്? ചോദിച്ചതൊക്കെയാ, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ, സ്നേഹത്താൽ ക്രിസ്തുവിന്റെ, വിശ്വാസത്താൽ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കണം, ക്രിസ്തുവിന്റെ എല്ലാ പരിജ്ഞാനം അറിയണം. ഇതാ ചോദിച്ചത്. അല്ലാതെ 10,000 രൂപയുടെ ജോലി ചോദിച്ചപ്പോൾ 1,00,000 ജോലി തന്ന ദൈവമേ നല്ല അതിനർത്ഥം. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ, ക്രിസ്തുവിന്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ നടത്താൻ ഈ ധനം, കർത്താവ് ഈ ധനം കൊണ്ട് നമ്മളെ ആക്കി തീർക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് നമ്മൾ വിശുദ്ധരായി മാറുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇത് മനുഷ്യരിൽ അസാധ്യമെങ്കിലും ക്രിസ്തുവിനെ പോലെ നമ്മൾ രൂപാന്തരപ്പെടുത്താൻ ദൈവത്താൽ സാധ്യമാണെന്നും അവനത് ചെയ്യാതിരിക്കുകയില്ലെന്നും അതാണ് എൻ്റെ വിളിയെന്നും ഓട്ടമെന്നും ഞാൻ മനസ്സിലാക്കണം. അതല്ലാതെ ഇന്നിരുന്ന് പ്രാർത്ഥിച്ച് വയറുവേദന മാറി, കർത്താവ് വയറുവേദന മാറിയതിനായി സ്തോത്രം, നാളെ തലവേദന വന്നു, അത് മാറ്റി പ്രാർത്ഥിച്ച്, അത് കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിൽ അയൽവക്കത്തിലെ തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിടുതലെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നിരുന്നിരുന്നിരുന്ന് ഈ ക്രിസ്തുവിന്റെ ധനം ഒന്നും അനുഭവിക്കാതെ വേസ്റ്റായി പോവാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യരുത്, ഉപജീവന ചിന്തകളിലേക്ക് പോകാതെ നമ്മൾ ഈ ധനം ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് വിശുദ്ധരാകാൻ സാധ്യമല്ല. നമ്മുടെ ഇന്ന് സഭകൾ മറന്നുപോയൊരു കാര്യമാണ് ഈ ധനം ഉപയോഗിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ, ഇപ്പൊ ഈ ഒരു പ്രാർത്ഥനയാണ്, ഈ എഫെസ്യ ലേഖനം 3 പറഞ്ഞിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? കർത്താവേ എനിക്ക് കാശ് തരണേ, എന്നെ വലുതാക്കണേ, എന്നെ വലിയവനാക്കണേ, ഒന്നും ഇല്ല. അങ്ങനൊന്നും ലോകത്തിന്റെ പരിപാടി ഇല്ല. ഇവിടെ വലിയവനാരും ഇല്ല. ഇവിടെ 2 തരം ആൾക്കാരേ ഉള്ളൂ, പാപികളും വീണ്ടെടുക്കപ്പെടുന്നവരും. അല്ല, വേറെ 5-6 തരം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ, നമ്മുടെ ആരാധന മുഴുവൻ, നമ്മുടെ ഫോക്കസ് മുഴുവൻ ക്രിസ്തുവിന്റെ ധനം മാക്സിമം ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് പോകാവൂ. കിട്ടാവുന്നിടത്തോളം സ്നേഹം, കിട്ടാവുന്നിടത്തോളം കരുണ, കിട്ടാവുന്നിടത്തോളം ദൈവിക ഗുണങ്ങൾ, ആത്മാവിന്റെ ഫലം, അത് അനുഭവിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് നമ്മൾ പോകാവൂ എന്നുള്ളതാണ് നമ്മൾ ഈ വാക്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് നടക്കാൻ വേണ്ടി ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ, ഫെയ്ത്ത്. എന്താ ഫെയ്ത്ത്? ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഐ ഡൈഡ്. എനിക്ക് പകരക്കാരന് ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, അവന്റെ റിസോഴ്സസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു ആണെങ്കിൽ ആ റിസോഴ്സ് എനിക്ക് അവൈലബിൾ ആണ്. കർത്താവിന് എന്തെല്ലാം ആത്മാവ് നൽകിയോ അതെല്ലാം എനിക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ഫോക്കസ് ഇങ്ങോട്ട് മാറണം. എങ്ങോട്ട് മാറണം? ഈ അനുദിന ഉപജീവന ചിന്തകളിൽ നിന്ന് ക്രിസ്തുവിന്റെ ധനം ഉപയോഗിക്കുന്ന, ക്രിസ്തുവിനെ പോലെയായി മാറുന്ന, തേജസ്സിൽ കർത്താവിന്റെ കൂടെ വിശുദ്ധരും നിഷ്കളങ്കരുമായി കാണപ്പെടുന്ന ആ ഒരു കാഴ്ചയിലേക്ക് നമ്മുടെ ജീവിതം മാറണം. അങ്ങനെ ഒരു കാഴ്ചയിലേക്ക് ദൈവം നിങ്ങളെല്ലാവരും നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗോഡ് ബ്ലെസ് യു.